നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 16-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 2-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. അത്തം നക്ഷത്രമാണ് ഇന്നത്തെ ഉദയനക്ഷത്രം. അത്ത നക്ഷത്രം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് നല്ല ദിവസമാണ്. ഒന്ന് ഞായറാഴ്ച, സൂര്യഭഗവാന്റെ ദിവസം. ഇപ്പോൾ ഞായറാഴ്ച, അതുപോലെ അത്തൻ നക്ഷത്രവും. അത്തൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സന്തോഷപ്രദമായ ഒരു ദിവസമാണ്. കാരണം എപ്പോഴും ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അല്ലെങ്കിൽ അവധി ദിവസം എപ്പോഴും നല്ല ദിവസമായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ ഏറ്റവും ഒരു ആഴ്ച ഓടി തളർന്ന് നമ്മളെ ഭാരമൊക്കെ ഇറക്കി വയ്ക്കുന്ന ഒരു ദിവസമാണ് ശരിക്ക് അവധി ദിവസം ഞായറാഴ്ച. അന്ന് നമ്മൾ ഭാരം കയറ്റി വിടുകയാണെങ്കിൽ ഈ ഭാരവുമായിട്ടായിരിക്കണം അടുത്ത ഒരാഴ്ച ഓടേണ്ടത്. അപ്പോൾ കുടുംബത്തിലാണ് നമുക്ക് ഭാരം ഇറക്കി വയ്ക്കാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മളെ വീട് അല്ലെങ്കിൽ കുടുംബം. അപ്പോൾ കുടുംബം അവിടെ ഇമ്പം ഉണ്ടെങ്കിൽ മാത്രമേ, അവിടെ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാരം ഇറക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസത്തെ ഫലവും നിങ്ങൾക്ക് പറഞ്ഞു തരണേ. കാരണം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ആ സമയത്തിൻ്റെ അന്നത്തെ ദിവസം നോക്കി നമുക്ക് പോവാം. അന്നത്തെ ദിവസം മോശമാണെങ്കിൽ നമുക്ക് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. നമ്മൾ സഞ്ചരിക്കുന്ന വഴി മോശപ്പെട്ട വഴിയിലൂടെയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ച് പോവാം. നല്ല വഴിയാണെങ്കിൽ കുറച്ച് കെയർലെസ് ആയിട്ട് പോവാം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കൺസൾട്ട് ചെയ്തിട്ടുള്ളവർക്കും ഒക്കെ ആയിട്ട് ഏകദേശം 40,000-ൽ കൂടുതൽ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തു പോണേ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അതായത് മീനമാസത്തിലെ അത്ത നക്ഷത്രം. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. കാരണം പലതരത്തിലുള്ള തടസ്സങ്ങളോ ദോഷങ്ങളോ ഒക്കെ നക്ഷത്രക്കാർക്ക് ദശാപരമായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രശസ്തിയും നേട്ടവും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാവും. എങ്കിലും കുറച്ച് ടെൻഷൻ ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് നമുക്ക് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. ശരിക്ക് അത്ത നക്ഷത്രക്കാരുടെ നക്ഷത്രദേവനും സൂര്യനാണ്. അതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചോളുക, സൂര്യനെ നമസ്കരിച്ചോളുക. രാവിലെ എണീറ്റ് എല്ലാ ദിവസവും കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ലോകത്തെവിടെയായാലും സൂര്യനുണ്ട്. പ്രപഞ്ചനാഥനെ പ്രാർത്ഥിച്ചിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുക. നിങ്ങൾ പോകുന്ന കാര്യം വിജയിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി പോകണം. രാഹുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിക്കുന്ന ഒന്നായിരിക്കും. അന്നത്തെ യഥാർത്ഥ രാഹുകാല സമയം മറ്റൊന്നായിരിക്കും. അപ്പോൾ രാഹുകാല സമയം വരുന്നത് 5:02 തൊട്ടാണ് രാഹുകാല സമയം ആരംഭിക്കുന്നത്. 6:32 വരെ. അപ്പോൾ രാഹുകാല സമയം നമുക്ക് കലണ്ടറിൽ ശരിക്കും 4:30 തൊട്ട് 6 മണി വരെ ഇട്ടിട്ടുണ്ടെങ്കിലും 4 മണിക്ക് തുടങ്ങി 5:02 തൊട്ട് ആരംഭിക്കും 6:32 വരെ. രാഹുകാല സമയം നമുക്ക് വളരെ ശ്രദ്ധിച്ച് പോകണം. യാത്രയ്ക്ക് മാത്രം. അതേപോലെ തന്നെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത 2 സമയമാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 3:33 തൊട്ട് 5:02 വരെയും. അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 12:33 തൊട്ട് 2:03 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:09 തൊട്ട് 12:57 വരെ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം.
അതുപോലെ ഇന്നും നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ പ്രപഞ്ചശക്തിയായ സൂര്യൻ്റെ തേജസ് നമ്മളിലേക്ക് കൂടുതലായിട്ട് ആഗിരണം ചെയ്യാൻ വേണ്ടി വസ്ത്രധാരണം വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് റെഡ് കളറോ, റെഡ് മിക്സ് ആയിട്ടുള്ളതോ, താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ റോസ് കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ആ സൂര്യൻ്റെ ചൈതന്യം നമ്മളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.